പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഫോളോവർ ചോദിച്ച ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ്. ഇങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട്, പലരുടെ ഉള്ളിലുണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് പല മാർഗങ്ങൾ തേടാറുണ്ട് അറിവുകളിലൂടെ. അത്തരത്തിൽ പൊതുസമൂഹത്തിന് എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ്: പ്രേതബാധയുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ ആണ് ഒഴിപ്പിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള സയൻസ് രഹസ്യം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ് എന്നുള്ളതൊക്കെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യകാലം മുതൽ മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നുകൂടാവുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റാണ് പ്രേതബാധ. പ്രേതം എന്ന് പറയുന്നത് ശരീരമില്ലാത്ത ഒരു എനർജി, അതിനെ വിളിക്കുന്ന പേരാണ് പ്രേതം. അതിന് മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, രൂപസങ്കല്പങ്ങൾ. ഏതെങ്കിലും വെളുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു ആത്മാവ് പ്രേതമായിട്ട് വന്ന് ആക്രമിക്കുന്നതും അല്ലെങ്കിൽ പ്രതികാരം വീട്ടുന്നതും, ഇതൊക്കെയാണ് പ്രേതസങ്കല്പത്തെ സംബന്ധിച്ച് കഥകളിലും സിനിമകളിലുമൊക്കെ പകർന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മിത്ത്, ഇത് ഇങ്ങനെ കൺസെപ്റ്റ് എല്ലാവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഭയമുണ്ടാകാറുള്ളത്. സത്യത്തിൽ ഈ പ്രേതബാധ എന്ന് പറയുന്നത് അനുഭവിക്കുന്നവരുണ്ട്. അത് മൈൽഡായിട്ട് രീതിയിലും സിവിയറായിട്ടുള്ള രീതിയിലുമുണ്ട്. ഏതായാലും ഊർജം എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ച് അതിൻ്റെ പ്രഭാവം ഉണ്ടാകും, യാതൊരു സംശയമില്ല. ഉദാഹരണം, എനർജിയാണല്ലോ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം. നമ്മളിൽ ഉള്ളിലും ചുറ്റുപാടുമുള്ള ഈച്ച് ആൻഡ് എവരി ആക്ഷൻ്റെയും പിന്നിലൊരു ഊർജ പ്രവാഹമുണ്ട്. ഒരു കാറ്റ്, ഇളം കാറ്റ് വീശുന്നു, അതൊരു ഊർജമാണ്, എനർജിയാണ്. അത് കടന്നു പോകുന്നത് മാലിന്യമുള്ള, ദുർഗന്ധമുള്ള ഒരു പ്രദേശത്തൂടെ, അതിൻ്റെ മുകളിലൂടെയാണ് അത് അടിച്ചു പോകുന്നതെങ്കിൽ അതിന് തൊട്ടപ്പുറം കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജം, ഒരു സ്മെല്ലാണല്ലോ. അതേ കാറ്റ് തന്നെ കുറേ മുൻപോട്ട് പോകുമ്പോൾ റോസാപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെയാണ് വീശുന്നതെങ്കിൽ അങ്ങേ സൈഡിൽ കിട്ടുന്നത് സുഗന്ധമാണ്. എനർജി ഒന്നാണ്, എഫക്റ്റ് രണ്ട് രീതിയിൽ. കടന്നു പോകുന്ന സ്ഥലം അനുസരിച്ചാണ്. ഇതേപോലെ മനുഷ്യ മനസ്സിലേക്ക് കടന്നുകൂടുന്ന കാലുഷ്യമുള്ള ചിന്തകളോ ഭയം കലർന്ന ചിന്തകളോ അല്ല, അവരെന്ത് വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളുടെ എഫക്റ്റ് ഉപബോധ മനസ്സും കഴിഞ്ഞ് അബോധമണ്ഡലത്തിൽ അടിഞ്ഞുകൂടി ഇങ്ങനെ കിടക്കുന്നു. അത് ചില വേളകളിൽ ബോധമണ്ഡലത്തിലേക്ക് എറൈസ് ചെയ്ത് വരുമ്പോൾ ആ വ്യക്തിയിൽ അനുഭവപ്പെടുന്ന പ്രകടനങ്ങളാണ് പ്രേതബാധ. നെഗറ്റീവ് ആണെങ്കിൽ അതും, പോസിറ്റീവ് ആണെങ്കിൽ അതും. അപ്പൊ ഇത് കയറി കൂടിയാൽ, ബോധമണ്ഡലത്തിലേക്ക് കടന്നു കൂടിയാൽ, നെഗറ്റീവായിട്ടുള്ള അത് ശക്തമായി കയറിയാൽ ആ വ്യക്തി ദ്വിമാന വ്യക്തിത്വമായി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് പെരുമാറുന്നു, ഇരട്ടി ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബാധ കൊണ്ട് കയറി കഴിഞ്ഞാൽ പിടിച്ചാൽ പിടികിട്ടില്ല. 10 പേര് പിടിച്ചാലും നിൽക്കില്ല. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അതാണ് ബാധ എന്ന് പറയുന്നത്. അപ്പം ഇത് ദൈനംദിന ജീവിതത്തിലും പലർക്കും ബാധ കൂടാറുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ചില കൺസെപ്റ്റുകൾ, ചില വിശ്വാസങ്ങൾ, അത് രൂഢമൂലമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നതാണ് കേട്ടോ. പലപ്പോഴും യാഥാർത്ഥ്യമായിട്ട് ബന്ധം ഉണ്ടാകണമെന്നില്ല. അത് അവരുടെ അബോധമണ്ഡലത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത് ചില വേളയിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ കുറേ സമയം ബോധമനസ്സിലേക്ക് അത് എക്സീഡ് ചെയ്ത് കയറി വരുമ്പോൾ ഈ വ്യക്തിക്ക് ഇല്ലാത്തതുണ്ട് എന്ന് തോന്നുക മാത്രമല്ല, അവരിൽ അത് ഫീൽ ചെയ്യുന്നു. ഇല്ലാത്ത കാഴ്ചകൾ കാണുന്നു, മനോമുകുരത്തിൽ കണ്ടതായിട്ട് തന്നെ അവർക്ക് ബോധ്യമുണ്ട്. പിന്നെ ചില സ്മെല്ലായിട്ട് വരാം, അല്ലെങ്കിൽ സ്പർശനമായിട്ട്, സൗണ്ടായിട്ട്, അകത്തിരുന്ന് ആരോ പറയുന്നതായിട്ട്. ഇതിൻ്റെയൊക്കെ ആധുനിക കാലഘട്ടത്തിൽ സ്ക്രീസോഫീനിക് എഫക്റ്റ് എന്നൊക്കെ പറയും. മാനസിക വൈകല്യ, രോഗ വൈകല്യമായിട്ട് വരാം. അതിന് ചികിത്സ വേണം, ഹെവി ആയിട്ടുള്ളതാണെങ്കിലും. എന്നാൽ നിരന്തരമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുടുങ്ങിപ്പോയി അത് ആവർത്തിച്ചുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിലും ഇതേപോലെയുള്ള ഭാവപ്രകടനങ്ങൾ ഉണ്ടാകാം. അതിനെ ശരിയായ ഒരു സ്വാന്തന ചികിത്സയാണ് വേണ്ടത് തുടക്കത്തിലാണെങ്കിൽ.
അവിടെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അപകടത്തിൽ പോവുകയും ചെയ്യും, മനോരോഗമല്ലെങ്കിൽ. എന്താണ് അതിന്റെ റീസൺ? ഉദാഹരണം സംശയരോഗം, തുടക്കത്തിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും, പക്ഷെ അത് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ രൂഢമായി കിടക്കുന്നത് ചില സമയങ്ങളിൽ അവർക്ക് ഉള്ളിൽ നിന്നും മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പല റിസംബ്ലൻസും സമാനതകളും തോന്നും. അപ്പൊ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ തന്നെ അവര് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് പെരുമാറും. അങ്ങനെയുള്ളതിന് ആ തെറ്റിദ്ധാരണകളെ മാറ്റാൻ ഒരു സ്വാന്തന ചികിത്സയാണ് വേണ്ടത്. ആരംഭത്തിലാണെങ്കിൽ കറക്റ്റ് ചെയ്യാം, പക്ഷെ അവർ വീണ്ടും ഇത് അറിയാതെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധ പോലെ തന്നെ സ്ഥിരമായി സ്വഭാവത്തിലേക്ക് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് മൈന്യൂട്ടായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ബാധ കൂടുന്നത് വ്യക്തികളിൽ ഭയം തട്ടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും. അവിടെ തന്നെ ചിന്തകൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാള് പൊതുവെ ഈ ഭൂതബാധയിലൊക്കെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അയാൾ ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ, പ്രത്യേകിച്ച് ഇരുട്ടുള്ള സമയത്ത് നടന്നു പോവുകയാണ്. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവികൾ കുറുകിയാടുകയൊക്കെ ചെയ്യുന്നു. ഒരു കറുത്ത പൂച്ച പറയും. പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ഈ ഞെട്ടലുണ്ടാകുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ബോധമനസ്സാണ് സ്പ്ലിറ്റ് ആകുന്നത്. ആ മൂമെന്റിൽ ഇവരുടെ ഉള്ളിലേക്ക് ഹൈ ഇന്റൻസ് ആയിട്ട് വരുന്ന ചിന്ത, അല്ലെങ്കിൽ ആ സമയത്ത് അവരൊരു നിഴൽ പോലെ കണ്ടു, മരിച്ചുപോയ ഒരാളെ പെട്ടെന്ന് അവർ കാണുന്നതായിട്ട് തോന്നും, അത് ഉള്ളിലേക്ക് അങ്ങ് പതിയും. ആ ഗ്യാപ്പിൽ അകത്തേക്ക് കയറിയ ഭയം യാഥാർത്ഥ്യമായി ഉള്ളിൽ കിടക്കുകയാണ്. പിന്നീട് ഇയാൾ പറയുന്നതും പെരുമാറുന്നതുമെല്ലാം ഒരു മരിച്ച ആളുടെ പ്രേതം ഉള്ളിൽ കയറിയതുപോലെ തന്നെ ആരെത്ര പുറമേ നിന്ന് ഉപദേശിച്ചാലും ആ വ്യക്തിയുടെ അനുഭവം ബാധ കൂടിയ ആളെ പോലെയായി. അതിനെ തിരിച്ചിറക്കണമെങ്കിൽ അതേപോലെ തന്നെ ഒരു ഹിപ്നോട്ടിക് അപ്രോച്ച് വേണ്ടി വരും. ഹിപ്നോ തെറാപ്പി പോലെ തന്നെ വളരെ റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുപോയിട്ട് ഉപബോധ മനസ്സിലേക്ക് കമാൻഡുകൾ കൊടുത്ത് അവിടെ പിടിച്ചിരിക്കുന്ന ഇഷ്യൂസിനെ പറഞ്ഞ് പുറത്തിറക്കുക എന്ന് പറയും. പലപ്പോഴും നമ്മുടെ സെന്ററിൽ ഇതേപോലെ ഹിപ്നോ തെറാപ്പിയിലൂടെ ഉള്ളിൽ പിടിച്ചു കിടക്കുന്ന പല ഇഷ്യൂസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. അത് രോഗാവസ്ഥയിലുള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹിപ്നോ തെറാപ്പിയിലൂടെ അകത്ത് കിടക്കുന്ന പല കാലങ്ങളായി പിടിച്ചു കിടക്കുന്ന ഇഷ്യൂസിനെയും ഹിപ്നോ തെറാപ്പിയിലൂടെ മങ്ങലേൽപ്പിക്കാൻ സാധിക്കും. ഇവിടെ തെറ്റിദ്ധാരണയുണ്ട്, ഒരു ഹിപ്നോ തെറാപ്പി ഹിപ്നോട്ടിസം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള എല്ലാം അങ്ങ് മറന്നുപോകും, ഒരു സ്ലേറ്റ് തുളച്ച് കളയുന്ന പോലെ തുളച്ച് കളയാം എന്നൊരു മിത്ത് അല്ലെ ധാരണ പൊതുവിലുണ്ട്. അത് ആദ്യം അങ്ങ് കളയണം. അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പറഞ്ഞാലും അത് വിഡ്ഢിത്തരമാണ്. അതിന്റെ പുറകെ പോയി സമയവും പൈസയും കളയരുത്. പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഹിപ്നോ തെറാപ്പിയിൽ ആ ഉള്ളിൽ കയറിയിരിക്കുന്ന ഇഷ്യൂസിനെ ഒരു മങ്ങലേൽപ്പിക്കാൻ സാധിക്കും. പിന്നീട് പെർമനന്റ് ആയിട്ട് മാറണമെങ്കിൽ സെൽഫായിട്ട് അവര് തന്നെ ഹിപ്നോസിസ് ചെയ്യണം, സെൽഫ് ഹിപ്നോസിസ്. ഇതിന്റെ മെത്തേഡ് മനസ്സിലാക്കി തെറാപ്പിസ്റ്റ് പറഞ്ഞു തരുന്ന മെത്തേഡ് ഡെയിലി നമ്മളിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് പെർമനന്റ് ആയിട്ട് ആ ഇഷ്യൂ പോകുന്നത്. അല്ലാതെ നിങ്ങൾക്കല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നത്തെ എടുത്ത് കളയാൻ പറ്റില്ല. അതെങ്ങനെ വേണമെന്നുള്ളത് ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായത്താൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ആ രീതിയിൽ ഉള്ളിലുള്ള ഭയത്തെയോ പ്രേതബാധയോ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കിതറിയില്ലെങ്കിൽ പല ഡെലിബറേഷനിലൂടെയൊക്കെയാണ് നമ്മൾ ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയകളൊക്കെ കണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പം ബാധ കയറിയ വ്യക്തി അവരതാണ് എന്നുള്ള വിശ്വാസത്തിൽ ഇരട്ടി ശക്തി ഇരിക്കുകയാണ്. അവർ വിളിച്ചു പറയും, എൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് മരിച്ചുപോയ അപ്പൂപ്പനാണ്, വല്യച്ഛനാണ്. അവർ പറയുകയും ചെയ്യും ഞാൻ അത് ആളാണ്. അവരുടെ ശബ്ദത്തിലൊക്കെ ചിലപ്പോൾ സംസാരിക്കും. അവിടെ വരുമ്പോഴാണ് ഇമേജ് ഉള്ള ചില ഡെലിബറേഷൻസ് ഉണ്ടാകും. അവിടെ കളവൊക്കെ വരച്ച് തീപ്പൊന്തങ്ങളൊക്കെ കുത്തി ഈ പറയുന്ന ഒഴിപ്പിക്കുന്ന ആൾ അതനുസരിച്ചുള്ള വേഷവിധാനങ്ങളിലൊക്കെ ഇരുന്ന് ചൂരലൊക്കെ കയ്യിലുണ്ടാവും. അവിടെ കളത്തിലിരുത്തും. അപ്പോൾ ഇവർ അതിശക്തമായിട്ട് റിജക്റ്റ് ചെയ്യും. ഈ സമയത്ത് അവരുടെ അങ്ങോട്ടുള്ള അറ്റൻഷനെ, ആ തലയിലിരിക്കുന്ന സംഭവത്തെ അറ്റൻഷൻ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഒരു ശബ്ദമോ അല്ലെങ്കിൽ ഒരു തീപ്പന്തത്തിലേക്ക് കണ്ടില്ലെങ്കിൽ ഒരു ജ്വലിപ്പിക്കത്തക്ക രീതിയിൽ തെള്ളിപ്പൊടി പോലുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ ഒരു പ്രകാശമൊക്കെ വരും. ആ ഒരു ഞെട്ടലില് ആ സെക്കൻഡിൽ ഒഴിഞ്ഞു പോ എന്ന് പറയുന്ന ഒരു കമാൻഡിലൂടെ
ഒരു ആക്ഷൻ, ചിലപ്പോൾ കയ്യിരിക്കുന്ന വടി കൊണ്ട് ഒരു അടിയും കിടിയുമ്പോൾ അപ്പോഴേ പെയിൻ എടുക്കുള്ളൂ, അവർ വേദന വരുള്ളൂ. അതുവരെ ഒഴിഞ്ഞു പോവില്ല എന്ന് പറയും. വേദന കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ പൊക്കോളാവെന്ന് പറയും. ഒറ്റ പ്രാവശ്യം പറയിച്ചാൽ മതി, പിന്നീട് ആ ബാധ ഉണ്ടാകില്ല. പക്ഷെ ഇതൊക്കെ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പഴയുള്ള മന്ത്രവാദികൾക്കും ഒക്കെ പറ്റുള്ളൂ. പക്ഷെ അത് ഒരേപോലെ എല്ലാ മെത്തേഡിലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനോരോഗമുള്ള കേസിന് അങ്ങനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപകടമാണ്. മനോരോഗം ഉള്ളത് കൊണ്ട് ആ ബാധ ഒഴിയുകയില്ല. പക്ഷെ ബാധയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പ്രയോഗങ്ങൾക്ക് നടത്തുന്നവരുണ്ട്. അത് ആ വ്യക്തിയെ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ബാധ ഒഴിപ്പിക്കലിലൊക്കെ പലപ്പോഴും മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചിലത് ശാസ്ത്രീയമായിട്ട് പഠിക്കാതെ അറിയാത്ത ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെ ലഘുവായ മനോരോഗത്തിനോ അങ്ങനെയുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ പണ്ട് കാലം കൊണ്ട് അതായിരുന്നു ചികിത്സാ പദ്ധതി. ഇപ്പോൾ അതൊക്കെയല്ല, ശാസ്ത്രീയമായ രീതി തന്നെ മനസ്സിലാക്കി രോഗമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഔഷധ ചികിത്സ, മരുന്ന് തന്നെ കൊടുത്ത് ഹോസ്പിറ്റലിലൊക്കെ കൊടുത്ത് മാറ്റണം. എല്ലാത്തിനെയും ബാധയാണെന്ന് കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ കൊണ്ട് ലഘുവായിട്ടുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഒക്കെ ഇത് പ്രേതബാധ, ഇതിനെയൊക്കെ പ്രേതബാധ എന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നത്. ഇപ്പം ഒരുപാട് ഹാലൂസിനേഷനും അല്ലെങ്കിൽ ചിത്തഭ്രമത്തിന്റെ ലഘുവായ രീതിയിലുള്ള പല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.